ഗായ്സ് വെൽക്കം ബാക്ക് അനദർ എപ്പിസോഡ്. കുറേ ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താ ഷോർട്സ് ഇടും. പയ്യ വരെ ആക്റ്റീവായി എനിക്ക് കഴിയണില്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പം കുറെ പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കമന്റിലൂടെയും അതുപോലെ തന്നെ മെസ്സേജിലൂടെയും ഒക്കെ എന്നോട് ചോദിച്ചു, എന്താണ് പാത്തു വ്ളോഗ് ഇടാത്തത്, എന്താണ് പാത്തു യൂട്യൂബ് നിർത്തിപ്പോയോ? അങ്ങനെയൊന്നുമില്ല. മെയിനായിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണാൻ ഇടുമ്പോൾ എനിക്കൊരു നിർബന്ധമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് ഇടണം എന്നുള്ളത്. എന്തെങ്കിലും വലിച്ചു വാരിയിട്ടിട്ട് കാര്യമില്ല, വേറൊരു വിഷയങ്ങൾ കാണൂല. നമ്മളെ ഷോർട്സിന്റെ വ്യൂസിനെക്കാട്ടിയും കുറവാണ് നമ്മളെ ലോങ് വീഡിയോസ് ചിലതിനൊക്കെ. അപ്പം ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ ചെറിയ വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടണം ചില നേരത്തൊക്കെ എനിക്കൊരു മടി പിടിക്കും. പിന്നെ നമ്മളിഷ്ടപ്പെട്ട് 240K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ കൂടെ കൂടുന്നവരാണല്ലോ. ഇനി കുറച്ച് ഫോളോവേഴ്സിനും കൂടി കിട്ടിയാൽ മതി നമുക്ക് 3 lakh സബ്സ്ക്രൈബേഴ്സ് ആവാന്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഇങ്ങനെ മടിച്ചിരുന്നിട്ട് എന്താണ് കാര്യം, ഒന്നും നേടാനില്ല, മുന്നോട്ട് പോവുക, അതാണ് ഏറ്റവും ബെറ്റർ എന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇന്ന് ജൂലൈ 25th ആണ്, അല്ല 24th ആണ്, 2026 ജൂലൈ 24th ആണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇരുന്നിട്ട് പറയട്ടോ, നിന്ന് സംസാരിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇന്ന് എന്റെ ഭർത്താവായ അനസിന്റെയും ലവ് ആനിവേഴ്സറി ആണ്. 7th year ലവ് ആനിവേഴ്സറി ആണ് കേട്ടോ. 7 വർഷമായി അൽഹംദുലില്ലാ ആൻഡ് മാഷാ അല്ലാ. 7 വർഷമായി അൻഷിന്റെ ഒപ്പം കൂടിയിട്ട്, ഇന്നേക്ക് 7 വർഷമായി അൻഷിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട്, ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞിട്ട്, അന്ന് മുതൽ ഇന്ന് വരെ ഓരോ സെക്കൻഡും അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും നമ്മൾ ഒപ്പാണ് ഉണ്ടായിരുന്നത്. എത്ര പെട്ടെന്ന് 7 വർഷം കഴിഞ്ഞെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ 7 വർഷത്തിന്റെ ഉള്ളില് 7ാമത്തെ ഇയറിലാണ് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു നമ്മളെ കല്യാണം ഉണ്ടാവും എന്നുള്ളത്. അതായത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞങ്ങള്, നല്ലോണം സ്ട്രഗിൾ ചെയ്ത് ഞങ്ങള് ചാടിപ്പോയി കല്യാണം കഴിക്കുക എന്നുള്ളൊക്കെ ഒരു ഇതിലായിരുന്നു. കാരണം 2 വീട്ടുകാരും ഭയങ്കര പ്രശ്നമായിരുന്നു. ഫൈനലി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഒരു എന്താ പറയാ, ആളെ വൈഫായിട്ട് 6 മാസമായി. അപ്പോ ഈ ഒരു ടൈമില് ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി ആഘോഷിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രത്യേകം ഒരു ഇതുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ ആളെ വൈഫാണ്, ആളിന്റെ ഹസ്ബൻഡാണ്. അപ്പം പ്രേമിച്ച് നടന്നിരുന്ന കാലം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് എനിക്കിപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫും. ആളങ്ങനെ മാറിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആള് പേടിയുള്ള ഒരാളായിരുന്നു. അതായത് റിയാലിറ്റിയിലേക്ക് എത്തുമ്പോ, മാരേജ് കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് എത്തുമ്പോ എന്താവും, അല്ലെങ്കിൽ ആള് എങ്ങനെ ഇരിക്കും എന്നൊക്കെ പേടിയുള്ള ഒരാളായിരുന്നു. പക്ഷെ അൻഷി എന്ന് പറയുന്ന ഒരാളിന്റെ ലൈഫിൽ സത്യം പറഞ്ഞാല് പഠിച്ചോന് പൈസ കൊണ്ടോ അല്ലെങ്കിൽ കുറെ ഇതുകൊണ്ടോ അല്ല, ലൈക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ് ആൻഡ് ലവ് ആണ്, സപ്പോർട്ടാണ്. അപ്പൊ ഇന്നത്തെ ഡേ അതാണ്. നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. സെലിബ്രേറ്റ് കാര്യമായിട്ടൊന്നുമില്ല, ഇന്നൊരു ഷൂട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഷൂട്ടിന് പോവും. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയില് ചിലപ്പോ ഒരു ഫലൂഡ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ച്, ചിലപ്പോ ചെറിയൊരു കേക്ക് പീസ് കട്ട് ചെയ്ത് അങ്ങനെ നമ്മളുടേതായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാ. പിന്നെ വേറൊരു സന്തോഷമുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടോ. അപ്പൊ ആളിപ്പോ വരും, അൻഷിപ്പ് വരും. ഞാനിതാ മാറ്റി റെഡിയായി നിൽക്കാണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് ഉള്ളത്. ഞാൻ അൻഷിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഞാൻ വന്നിട്ട് 2 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ടച്ചൊക്കെ വിട്ടുപോയി വ്ളോഗിന്റെ. ഇങ്ങനെ സംസാരിക്കുക. ഓക്കെ, അപ്പൊ അൻഷിപ്പ് വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പൊ വരും കേട്ടോ, ആള് വരുന്നുണ്ട്. ഫുള്ള് തുറക്കണം. പാട്ട് നിർത്തി, കോപ്പിറൈറ്റ് വരും. പാട്ട് നിർത്തി കോപ്പിറൈറ്റ് വരുന്നേ. ഹലോ, എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയില്ല. എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്ത് 2 വാക്ക് നമ്മടി മൈക്കൂടി. 7 കൊല്ലായി സഹിച്ചേ. 7 കൊല്ലായി. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നൊക്കെ മൈക്ക് പറയ്. നമ്മളുണ്ടാളൊപ്പായിട്ട് 7 കൊല്ലായി നിങ്ങൾക്ക്. മാഷാ അല്ലാ, സന്തോഷമുണ്ട്. പിന്നെ പിന്നെ പിന്നൊന്നുമില്ല. ഹാപ്പി അല്ലേ?
പിന്നെ അപ്പൊ അൻസി ഹാപ്പിയാണ് എന്നെ പോലത്തെ ഒരു വൈഫിനെ കിട്ടിയല്ലേ? അല്ലേ അല്ലേ? അപ്പൊ ഇന്നത്തെ ഞങ്ങളെ പ്ലാൻ എന്താ വെച്ചാല് ഷൂട്ട് കഴിഞ്ഞിട്ട് കേക്ക് സ്റ്റുഡിയോയിൽ പോകുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്നു, ചെറിയ പേസ്ട്രി കട്ട് ചെയ്യുന്നു, 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. അൻസി എനിക്ക് ഫലൂദ വാങ്ങി തരുന്നു. എന്നിട്ട് നമ്മള് നേരെ വീട്ടിലേക്ക് പോകും. അൻസിന്റെ വീട്ടിലേക്ക്. കൊറേ ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടോ. എന്നിട്ട് അൻസിക്ക് പരാതിയാണ്, ഞാൻ അൻസിന്റെ വീട്ടിൽ നിൽക്കില്ല എന്നൊന്നുമില്ല. അമ്മക്ക് ഇങ്ങനെ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഉമ്മാന്റെ ഒപ്പം അങ്ങനെ വന്ന് നിന്നതാണ് ഞാൻ. അപ്പൊ ഇന്ന് അൻസിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിപ്പോ ഷൂട്ടിന് പോട്ടോ, 3 മണിക്ക് എത്താൻ പറഞ്ഞതാണ് ഷോപ്പില്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വെറുതെ സ്കൂട്ടി കൊടുത്തിട്ടുണ്ട്, പോവൂല, പണിക്കോല മണി. ഇതാണ് സുട്ടു പണി. ഇതാ ടോസർ. ഗൈസ്, അപ്പൊ നമ്മള് അപ്പൊ നമ്മള് പോവാണ്. ബ്ലോഗിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങക്ക് തോന്നുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് നമ്മള് അവിൽ മേലിക്ക് കുടിക്കാൻ വിചാരിച്ച് പോയിനു. പിന്നെ ഞങ്ങള് മൈൻഡ് മാറ്റി ബിഗ് ബീൻക്ക് പോയോക്ക. അവിടെ നിന്ന് എന്തെങ്കിലും എന്താ കാര്യമായിട്ടുള്ള സെലിബ്രേറ്റർ ഒന്നും ഇല്ല. കാരണം നമ്മള് പ്ലാനഡ് അല്ലായിരുന്നു, പ്രീ പ്ലാനഡ് അല്ലായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴാണ് ഞാൻ അൻസിനോട് വിളിച്ചത് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാന്നുള്ള രീതിയിൽ ഇപ്പൊ കഫേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കഫേ ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉള്ള കഫേ ആണ്. അതെ, ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് ഫുഡ് കഴിച്ചത്, ഫസ്റ്റ് എന്നല്ല ഒട്ടുമിക്ക മീറ്റും ഈ കഫേന്നായിരുന്നു, ബിഗ് ബീലത്തെ കഫേയിലായിരുന്നു. നാട്ടിലാണ് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് സംഭവം അന്ന് തുടക്കമായതുകൊണ്ട് അന്ന് അങ്ങനെ ഒരു കപ്പിൾസിന്റെ ഏരിയ ആയിരുന്നു. അങ്ങനെ കപ്പിൾസിന്റെ ഏരിയ ആയിട്ടല്ല, നമ്മളങ്ങടെ പോയിന്, നല്ല ഫുഡും ആയിരുന്നു, നല്ല എന്താ പറയാ ഒരു പ്രൈവസി ഒക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ അന്ന്. പിന്നെ ഇപ്പൊ കോമൺ കഫേ, ഇപ്പൊ എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു കഫേ ആയിട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ നിന്ന് കാണിച്ചുതരാട്ടോ നമ്മളുടെ ബിഗ് ബീൻ കഫേ. ഒരു 4-5 വർഷത്തിന് ശേഷമൊക്കെ വരണ്ടേ. ഇതിന് ശേഷമാണ് ഈ കഫേക്ക് പിന്നെയും കയറുന്നത്. ഉള്ളൊക്കെ എന്തൊക്കെയാ ആയിക്കുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതേപോലെ തന്നെ ആണോ എന്ന് പോയോക്കട്ടെ. സ്ഥലം ഓർമ്മ ഉണ്ടോ? ഇവിടെ ഇന്ത്യൻസിന്റെ പേരൊക്കെ എഴുതി ഒട്ടിച്ചീനോട്ടോ നമ്മള് പണ്ട്. ഇവിടെ ഉണ്ടാവോ ഗൈസ്? ഇവിടെ കാണാനില്ല. പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വന്ന കഫേയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ആ കോർണറിലായിരുന്നു, ഇപ്പോൾ അവിടെ അടച്ചു പൂട്ടിയിരിക്കണത്. അന്നൊക്കെ അത് ഓപ്പൺ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു സംഭവം. അന്നൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഇപ്പോൾ പഴയതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഹസ്ബൻഡും വൈഫും ആയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ വേറെ ഒരു ഫീൽ കേട്ടോ. ഒരു 4-5 കൊല്ലത്തിനൊക്കെ ശേഷം നമ്മൾ കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പിസയും പിന്നെ ആക്കൊരു മൊയ്റ്റും എനിക്കൊരു ജ്യൂസും കേട്ടോ. അത് മതി വിചാരിച്ചു. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ഓവറായിട്ട് നമ്മൾ ആർഭാടം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. നമ്മളൊരു സന്തോഷത്തിന് ഇങ്ങനെ ഒരു മെമ്മറബിൾ ഡേ ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളെൻ്റെ ജ്യൂസിനെ പറയണ്ട കേട്ടോ ഗൈസ്. ചില സാങ്കേതിക തകരാറുകൾ മൂലം എൻ്റെ മൈക്ക് കേടായിട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൽ കേൾക്കാഞ്ഞത്. ഉമ്മക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് ഉമ്മ നേരെ അങ്ങോട്ട് പോയി. അപ്പം അച്ഛൻ വീട്ടിൽ ഒറ്റക്കാണ് വരാൻ പറ്റുമോ വെച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പകുതിയാക്കിയാണ്ട് പോന്നു. എന്തായാലും അൽഹംദുലില്ലാ റാഹത്തായി കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ച പോലെ ചെറുതായി സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും പ്ലാനഡ് അല്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വെഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.